സായാഞ്ജലി ഭാഗം 7. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സായ് മഹിയെ ഫോൺ വിളിച്ചു. ഹലോ മഹി, ഞാനിത് ഓഫീസിൽ നിന്നും ഇറങ്ങുകയാണ്. നിങ്ങൾ റെഡിയായി നിന്നോളൂ, സായ് മഹിയോട് പറഞ്ഞു. വർക്കുകളെല്ലാം ആനന്ദിനെ ഏൽപ്പിച്ച് സായ് വീട്ടിലേക്ക് പോയി. സായ് വരുമ്പോഴേക്കും അനുരാധയും മഹിമയും റെഡിയായി നിന്നു. അനുരാധ വൈറ്റ് സാരി ഉടുത്ത് നല്ല സ്റ്റൈലിഷായി സ്റ്റെയർകേഴ്സ് ഇറങ്ങി വരുമ്പോഴാണ് സായി എത്തുന്നത്. സാരിയിൽ അനുരാധയെ കണ്ടപ്പോൾ, അനുരാധയ്ക്ക് സാരി നല്ല ചേർച്ചയുണ്ടല്ലോ, ബ്യൂട്ടിഫുൾ, സായി പറഞ്ഞു. സായി പറഞ്ഞത് കേട്ട് അനുരാധയ്ക്ക് ചെറിയൊരു നാണം വന്നു. ഓ താങ്ക് യു, ഒരു ചിരിയോടെ അനുരാധ പറഞ്ഞു. നീ എത്തിയോ? ഊണ് വിളമ്പട്ടെ മോനെ എന്ന് ചോദിച്ചുകൊണ്ട് സുമലത അവിടേക്ക് വന്നു. അമ്മേ, വിളമ്പിക്കോളൂ. അച്ഛനും ഗോപിയങ്കളും എവിടെ? അവർ രണ്ടുപേരും കൂടി അവരുടെ ഏതോ ഒരു പഴയ കൂട്ടുകാരനെ കാണാൻ പോയിരിക്കുകയാണ്. അവർ വരാൻ വൈകും. നിങ്ങൾക്ക് പുറത്തു പോകേണ്ടതല്ലേ, നിങ്ങൾ കഴിച്ചോളൂ. അച്ഛമ്മയും ആൻറ്റിയും എവിടെ? അവർ ഫാം കാണാൻ പോയിരിക്കുകയാണ്. മോൾ സാരി ഉടുത്തപ്പോൾ നല്ല സുന്ദരിയായിട്ടുണ്ട്, സുമലത അനുരാധയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പുറത്ത് സായിയുടെ ശബ്ദം കേട്ടതും മഹി ഓടി വന്നു. ഏട്ടാ, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഞാൻ ബാംഗ്ലൂരിൽ നിന്നും വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞ് മഹിമ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നോക്കി ചോദിച്ചു. മഹിമയുടെ ഡ്രസ്സ് കണ്ടതും സുമലതയും സായിയും ചിരിച്ചു. ഇതൊക്കെ എന്ത് വേഷമാണ് പെണ്ണെ, നിനക്ക് മര്യാദയ്ക്ക് വല്ല ഡ്രസ്സും വാങ്ങിച്ച് ഇട്ടുകൂടെ? സുമലത ചോദിച്ചു. ഈ ലോകത്ത് എന്തെല്ലാം ഫാഷനുണ്ട്, എന്നിട്ടും നിനക്ക് ഒട്ടും ചേരാത്ത ഫാഷൻ നോക്കി നീ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? സായി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഏട്ടന് ഒട്ടും ഫാഷൻ സെൻസ് ഇല്ല, വല്ല മെൻസോ ഗാർമെൻസിൻ്റെ മുതലാളിയാണത്രേ. ചേച്ചി പറയും, ഇതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്? മഹിമ അനുരാധയോട് ചോദിച്ചു. ചിരിച്ചുകൊണ്ട് അതേ എന്ന അർത്ഥത്തിൽ അനുരാധ തലയാട്ടി. അനുരാധയെ കണ്ട് പഠിക്ക്, അവൾ ഡൽഹിയിലും കൊൽക്കത്തയിലും ഒക്കെ പഠിച്ച കുട്ടിയല്ലേ. എന്നിട്ട് നോക്ക്, നാട്ടിൽ വന്നപ്പോൾ സാരിയൊക്കെ ഉടുത്ത് സുന്ദരി കൊച്ചായത്. നിന്നെപ്പോലെ വല്ല കോലവും കെട്ടുന്നുണ്ടോ? നോക്ക്, ഇത് വല്ല പാടത്തിന് കോലം വെക്കാൻ കൊള്ളാം, സുമലത അനുരാധയെ നോക്കി മഹിമയോട് പറഞ്ഞു. സുമലത പറയുന്നത് കേട്ട് കുറച്ച് ജാടയോടെ മഹിമയെ നോക്കി അനുരാധ ചിരിച്ചു. അനുചേച്ചി എന്ന് വിളിച്ച് മഹിമ അനുരാധയെ നോക്കി കണ്ണുരുട്ടി. അമ്മ എൻ്റെ ഫാഷൻ സെൻസിനെ കളിയാക്കാതെ ഒന്ന് പോകുന്നുണ്ടോ? ഈശ്വരാ, ഇതൊക്കെയാണോ ഫാഷൻ സെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് സുമലത ഭക്ഷണം വിളമ്പാൻ പോയി. മഹിമ ഫാമിൽ പോയി അച്ചമ്മയെയും വസുമതിയെയും ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അവർ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും സായിയും മഹിമയും അനുരാധയും കൂടി പോകാൻ ഇറങ്ങി. സായിയും അനുരാധയും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവർ തമ്മിൽ എന്തൊരു ചേർച്ചയാണ്. സായിക്ക് അനുരാധ നന്നായി ചേരുന്നുണ്ട്. അവരെ നോക്കി സുമലത ചിന്തിച്ചു. യാത്രക്കിടയിൽ നമ്മുടെ സ്വന്തം മാളിലേക്ക് തന്നെ ആയാലോ ഫസ്റ്റ്? സായി ചോദിച്ചു. അത് മതി, നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാലോ, അല്ലേ ചേച്ചി? മഹി പറഞ്ഞു. ഈ മാൾ ഓപ്പൺ ആയിട്ട് എത്രയായി സായ്? അനുരാധ ചോദിച്ചു. 8 മാസമായി. മാളിൻ്റെ ആഡ് ഞാൻ കണ്ടിരുന്നു, നന്നായിട്ടുണ്ട്, അനുരാധ പറഞ്ഞു. അല്പസമയം കഴിഞ്ഞതും അവർ മാളിലെത്തി. കാറിൽ നിന്നിറങ്ങി മാളിലേക്ക് നോക്കി അനുരാധ പേര് വായിച്ചു. ക്രിസ്റ്റൽ. നിങ്ങൾ പോയി ഷോപ്പ് ചെയ്തോളൂ, ഞാൻ ഓഫീസിലൊന്ന് പോയിട്ട് ഇപ്പോൾ വരാം, സായി പറഞ്ഞു. അനുരാധയും മഹിമയും ഷോപ്പിംഗ് തുടങ്ങി. അല്പസമയം കഴിഞ്ഞതും സായിയും എത്തി. ഷോപ്പിംഗ് കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ, ഈ മാളിനോട് ചേർന്ന് ഒരുപാട് സ്ഥലം വെറുതെ കിടക്കുന്നുണ്ടല്ലോ, അത് സായിയുടേത് തന്നെയാണോ? അനുരാധ ചോദിച്ചു. ആ സ്ഥലം നമ്മുടേത് തന്നെയാണ്, അവിടെ ഏട്ടന് ചില പ്ലാനൊക്കെ ഉണ്ട്, അല്ലേ ഏട്ടാ? മഹി പറഞ്ഞു. അതെന്ത് പ്ലാനാണ് മഹി? അനുരാധ ചോദിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, കുറച്ച് വില്ല കെട്ടണം, സായി പറഞ്ഞു. വെറും വില്ല മാത്രമൊന്നും അല്ല കേട്ടോ ചേച്ചി, ഒരു മിനി ടൗൺ തന്നെയാണ് ഏട്ടൻ്റെ മനസ്സിൽ, മഹിമ പറഞ്ഞു. ഓൾ ദി ബെസ്റ്റ് സായി, എല്ലാം പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ. താങ്ക് യു അനു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് ഒരു പെൺകുട്ടി സ്കൂട്ടറിൽ വരുന്നത് സായ് സൈഡ് മിററിലൂടെ ശ്രദ്ധിച്ചത്. രാവിലെ കണ്ട അതേ വേഷം, അവൾ തന്നെയാണോ എൻ്റെ പൂക്കാരി എന്ന് സായ് സംശയിച്ചു. ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് മുഖം വ്യക്തമല്ലെങ്കിലും
അതേ ചുരിദാർ തന്നെയാണെന്ന് സായിക്ക് മനസ്സിലായി. സായ് വണ്ടിയുടെ സ്പീഡ് ഒരല്പം കുറച്ചു. മഹിമയും അനുരാധയും ശ്രദ്ധിക്കാത്ത തരത്തിൽ സായ് മിററിലൂടെ ആ പെൺകുട്ടിയെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. സായിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അവൾ മറ്റൊരു വഴിയിലൂടെ പോയത് കണ്ടപ്പോൾ സായിയുടെ മുഖത്ത് അത്ര നേരം ഉണ്ടായിരുന്ന സന്തോഷം പെട്ടെന്നില്ലാതായി. എങ്കിലും നാളെ രാവിലെ വീണ്ടും കാണാമല്ലോ എന്ന സമാധാനത്തിൽ സായ് ഡ്രൈവ് ചെയ്തു. അവർ വീട്ടിലെത്തിയതും സായ് അച്ഛനും അമ്മയ്ക്കും അച്ചമ്മയ്ക്കും ഗോപി അങ്കിളിനും വസുമതി ആൻറ്റിക്കും വാങ്ങിയ സാധനങ്ങൾ അവരെ ഏൽപ്പിച്ചു. എല്ലാവരും വളരെയേറെ സന്തോഷത്തോടെ ഭക്ഷണമെല്ലാം കഴിച്ചു കിടന്നു. ഗോപിയും വസുമതിയും അവരുടെ ബെഡ്റൂമിൽ. സുമലതയും മുരളിയേട്ടനും എന്ത് ഭാഗ്യം ചെയ്തവരാണല്ലേ, സായിയെ പോലെ ഒരു മകനെ കിട്ടിയതിൽ, വസുമതി പറഞ്ഞു. അതെ, സായിക്ക് എന്ത് സ്നേഹമാണ് ഇപ്പോഴും എല്ലാവരോടും. വീണുപോയപ്പോൾ ആർക്കും മുരളിയെ സഹായിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് കൂടി അവർക്ക് ഇപ്പോഴും എല്ലാവരോടും എന്ത് സ്നേഹമാണ്. ആ നന്മ തന്നെയാണ് അവർ ഇന്ന് ഈ നിലയിലെത്താൻ കാരണം. നമ്മുടെ മോളോട് ഞാൻ എപ്പോഴും പറയാറില്ലേ സായിയെ കണ്ടു പഠിക്കണമെന്ന്. അതുപോലെ അവളും നന്മയുള്ളവളായാൽ ഒരുപാട് ഉയരത്തിലെത്താൻ അവൾക്കും കഴിയും, ഗോപി പറഞ്ഞു. എന്നാണ് ഇനി തിരിച്ചു പോകുന്നത്? വസുമതി ചോദിച്ചു. ഒരാഴ്ച കഴിയാതെ പോകരുത് എന്നല്ലേ സായിയുടെ ഓർഡർ. പാവം, സ്നേഹം കൊണ്ടല്ലേ, നമുക്ക് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകാം. അത് നന്നായി. അവർ ലൈറ്റ് ഓഫാക്കി ഉറങ്ങാൻ കിടന്നു. ചേച്ചി, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഷോപ്പ് ചെയ്ത ഡ്രസ്സുകൾ ഓരോന്നായി മഹിമ ഇട്ടുകൊണ്ട് അനുരാധയോട് ചോദിച്ചു. കൊള്ളാം, ഇത് നന്നായിട്ടുണ്ട്, ഒരു നീല ജംസൂട്ട് കാണിച്ചുകൊണ്ട് അനുരാധ പറഞ്ഞു. അവർ പുറത്തു പോയപ്പോൾ എടുത്ത സെൽഫികൾ ഓരോന്നായി അനുരാധ നോക്കി. അതിൽ സായിയോടൊപ്പമുള്ള ഫോട്ടോസ് അനുരാധ ഏറെ നേരം നോക്കിയിരുന്നു. സായ്, നീ ഇനി എൻ്റേത് മാത്രമാണ്. നിന്നെ ഞാൻ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല. സായ്, ഐ ലവ് യു സോ മച്ച് സായ്, അനുരാധ സായിയുടെ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു. പെട്ടെന്ന് ബാത്റൂമിൽ നിന്നും മഹിമ ഇറങ്ങി വന്നത് കണ്ട് താൻ പറഞ്ഞത് മഹിമ കേട്ടിരിക്കുമോ എന്ന് അനുരാധ ഭയന്നു.